ഈശോയിൽ പ്രിയപ്പെട്ടവരെ, 1946 ജൂലൈ മാസം 28-ാം തീയതി കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനത്തുള്ള ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് മഠത്തിൽ കേവലം 36 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു കൊച്ചു കന്യാസ്ത്രീയുടെ മരണവാർത്തയോടെയാണ് ആ ദിവസം പ്രഭാതം പൊട്ടിവിരിഞ്ഞത്. ആശ്രമാംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ വാർത്ത വളരെ ദുഃഖം നിറഞ്ഞതായിരുന്നെങ്കിൽ തന്നെയും പ്രാർത്ഥനാ നിർഭരമായ ഒരു യാത്രയയപ്പ് കൊടുക്കാൻ അവർ ആ ദിവസം പരിശ്രമിക്കുകയായിരുന്നു. പ്രസ്തുത സിസ്റ്ററിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ അനുസ്മരണ പ്രഭാഷണം നടത്താനെത്തിയത് കർമ്മലിത്ത വൈദികനായ ബഹുമാനപ്പെട്ട റോമുളൂസ് CMI വൈദികനാണ്. തൻ്റെ അനുസ്മരണ പ്രഭാഷണത്തിൽ അച്ഛൻ മരണപ്പെട്ടു പോയ സിസ്റ്ററിനെക്കുറിച്ച് ഇങ്ങനെ സൂചിപ്പിച്ചു: എനിക്ക് കഴിഞ്ഞ ഏതാനും കുറച്ച് നാളുകളായി ഈ സിസ്റ്ററിനെക്കുറിച്ച് അറിയാം. ഒരുപക്ഷേ ഈ അമ്മയുടെ വിശുദ്ധി നാം എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഈ സിസ്റ്റർ തൻ്റെ ആത്മാവിൽ പുലർത്തിയിരുന്ന നൈർമല്യത നാം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഭരണങ്ങാനം ദേശം ജനനിബിഡമാകുമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ആത്മാവിൽ ഇങ്ങനെ കാണുന്നുണ്ട്, വർഷങ്ങൾക്കപ്പുറത്ത് ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരിടമായി ഈ ഭരണങ്ങാനം മാറുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട റോമുളൂസ് അച്ഛൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് പിന്നീട് ഇങ്ങോട്ട് ചരിത്രം സാക്ഷാത്കരിച്ചത്. ഇതിപ്പോൾ 2026 ജൂലൈ 28 നാം എത്തി നിൽക്കുകയാണ്. കടന്നുപോയത് 8 പതിറ്റാണ്ടുകളാണ്, 80 വർഷങ്ങൾ. ഈ 80 വർഷത്തെക്കുറിച്ച് ഭരണങ്ങാനം ദേശത്തിന് ലോകത്തെ അറിയിക്കാനുള്ളത് ഏവരെയും അമ്പരപ്പിക്കുന്ന ചരിത്രമാണ്. കേട്ടാൽ അവിശ്വസനീയമെന്ന് തോന്നാവുന്ന ചില കഥകളാണ് ഈ ദേശം ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. പാലാരൂപതയിലെ രൂപതാ വൈദികനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഒരച്ഛൻ അദ്ദേഹത്തിൻ്റെ പതിവനുസരിച്ചുള്ള ഇടവക ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി വൈകുന്നേരം അച്ഛൻ ഒരു വാർഡ് കൂട്ടായ്മയിൽ സംബന്ധിക്കാൻ വേണ്ടി പള്ളി മേട വിട്ടിറങ്ങുകയാണ്. പറഞ്ഞു വച്ചിരുന്ന വീട്ടിലെത്തിയപ്പോൾ പരിസരത്തുള്ള എല്ലാ ഭവനത്തിലെയും ആളുകൾ എത്തിയിട്ടുണ്ട്. ധാരാളം ആളുകളുണ്ട്. ഒരുമിച്ചാണ് അവർ പ്രാർത്ഥന നടത്തുക. അല്പസമയം നീണ്ട പ്രാർത്ഥനയ്ക്കൊടുവിൽ എല്ലാവരും പരസ്പരം സ്തുതി ചൊല്ലി പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥൻ ആ വീട്ടിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ ഒരു ചോരക്കുഞ്ഞിനെ തൻ്റെ കരങ്ങളിലെടുത്ത് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. ശേഷം ഈ അപ്പൻ അച്ഛനോട് ഇങ്ങനെ പറയുന്നുണ്ട്: അച്ഛൻ ഈ കുഞ്ഞിൻ്റെ ശിരസിലൊന്ന് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. തൻ്റെ അടുത്ത് കിട്ടി ഈ ചോരക്കുഞ്ഞിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് ഈ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഈ അച്ഛൻ ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്. അവൻ്റെ ശരീരത്തിൽ ചില അസ്വസ്ഥതകളുണ്ട്, അസ്വാഭാവികതകളുണ്ട്. അവൻ്റെ കാലൊക്കെ ഏതോ ചികിത്സയുടെ ഭാഗമായി അവർ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. അച്ഛൻ കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞു, ജന്മനാ കുഞ്ഞിൽ ശ്രദ്ധിച്ച ചില വൈകല്യങ്ങളാണ് ഈ ചികിത്സയ്ക്ക് കാരണമെന്ന്. അച്ഛൻ അല്പം കൂടി പ്രാർത്ഥിച്ച് സാവധാനം വീട്ടിൽ നിന്നിറങ്ങി. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് ശേഷം ദേവാലയ പരിസരത്ത് ഈ വ്യക്തിയെ കണ്ടപ്പോൾ, ഈ അപ്പച്ചനെ കണ്ടപ്പോൾ വികാരി അച്ഛൻ ഒരിക്കൽ കൂടി കുട്ടിയെക്കുറിച്ചുള്ള കാര്യം തിരക്കി. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, പിന്നീട് ആ ചികിത്സ അത്ര ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അത് അവൻ്റെ ശരീരത്തിൽ ചില അസ്വസ്ഥതകൾ വീണ്ടും രൂപപ്പെടുത്തി. ഒടുവിൽ ഡോക്ടർ ഇങ്ങനെ നിർദ്ദേശിച്ചു: അല്പം പ്രായപൂർത്തി വന്നതിന് ശേഷം കുട്ടിയെ തുടർ ചികിത്സയ്ക്ക് ഭാഗമാക്കാം. അതുകൊണ്ട് ചികിത്സയെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. ഈ വികാരി അച്ഛൻ പാലാരൂപതയിലെ ഒരു വൈദികനായതുകൊണ്ടും വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം വഴി നാളിതുവരെ സംഭവിച്ച ചില അത്ഭുതങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നതുകൊണ്ടും ഈ അപ്പച്ചനോട് വികാരി അച്ഛൻ ഇങ്ങനെ സൂചിപ്പിച്ചു: നിങ്ങൾ ഭരണങ്ങാനത്ത് വിശുദ്ധയുടെ കബറിടം സന്ദർശിച്ച് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ചില ദൈവിക ഇടപെടലുകൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. വികാരി അച്ഛൻ്റെ വാക്കുകളെ ദൈവവചനം പോലെ കേട്ട ഈ അപ്പച്ചൻ കുഞ്ഞുമായി ഭരണങ്ങാനത്തെത്തി വിശുദ്ധയുടെ കബറിടത്തിങ്കൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കഴിഞ്ഞ് ആ ദിവസം രാത്രി വീട്ടിലെ ആളുകൾ ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലെ എല്ലാ കുട്ടികളും മുതിർന്നവർക്ക് സ്തുതി ചൊല്ലുന്ന അവസരത്തിൽ സാധാരണ അംഗവൈകല്യം ബാധിച്ച ഈ കുട്ടി പായൽ തന്നെ ഇരിക്കുകയാണ് പതിവ്. എന്നാൽ ആ ദിവസത്തിനൊരു പ്രത്യേകത, മറ്റു കുട്ടികളോടൊപ്പം ചാടി എഴുന്നേറ്റ് ഈ കുട്ടി വീട്ടിലെ മുതിർന്നവർക്കെല്ലാം സ്തുതി ചൊല്ലുകയാണ്. നിറമിഴികളോടെയാണ് ഈ അത്ഭുതത്തിന് കുടുംബത്തിലുള്ള മുതിർന്ന എല്ലാവരും സാക്ഷ്യം വഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത്തരണത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടനവധി ദൈവാനുഗ്രഹങ്ങളുടെ വിളനിലമായി ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടം മാറിയതിൻ്റെ ചരിത്രമാണ് ഈ 8 പതിറ്റാണ്ടുകൾക്ക് പറയാനുള്ളത്. 2008 ഒക്ടോബർ മാസം 12-ാം തീയതി ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അദ്ദേഹം ലോകത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ പത്രോസിന്റെ ദേവാലയ അങ്കണത്തിൽ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു,
946 ഭരണങ്ങാനത്തെ ക്ലാരമഠത്തിൽ മരിച്ചത് കേവലം ഒരു സാധാരണ സിസ്റ്റർ ആയിരുന്നില്ല, മറിച്ചത് മനോഹരമായൊരു ദൈവിക പദ്ധതിയാണ്. അന്നവിടെ മരണപ്പെട്ടത് ഒരു വിശുദ്ധ, അന്നവിടെ പര്യവസാനിച്ചത് ഒരു വിശുദ്ധ ജീവിതമാണ് എന്ന് ഈ മാർപ്പാപ്പ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുണ്യവതിയുടെ തിരുനാളിന്റെ സ്മരണകൾ നാം അയവിറക്കുന്ന ഈ ജൂലൈ 28 എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവം ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. പുതിയ നിയമത്തിലെ 4ാമത്തെ സുവിശേഷം ഈശോയുടെ വത്സല ശിഷ്യനായ വിശുദ്ധ യോഹന്നാന്റെ പേരിലാണ് രേഖപ്പെടുത്തിയിരിക്കുക. പ്രധാനമായും 2 ഭാഗങ്ങളായി നമുക്ക് ഈ സുവിശേഷത്തെ വേർതിരിച്ചു മനസ്സിലാക്കാം. സുവിശേഷത്തിന്റെ ആദ്യ 12 അധ്യായങ്ങളെ അടയാളങ്ങളുടെ പുസ്തകമെന്നാണ് നാം വിളിക്കാറുള്ളത്. തുടർന്ന് വരുന്ന ശേഷിക്കുന്ന അധ്യായങ്ങളെ മഹത്വീകരണത്തിന്റെ പുസ്തകമെന്നാണ് നാം വിളിക്കാറുള്ളത്. അടയാളങ്ങളുടെ പുസ്തകമെന്നും മഹത്വീകരണത്തിന്റെ പുസ്തകമെന്നും. ആദ്യ 12 അധ്യായങ്ങൾ ഈശോയുടെ വളരെ അത്ഭുതാവഹമായ അത്ഭുത പ്രവർത്തനങ്ങളുടെ, അടയാളങ്ങളുടെ അധ്യായമാണ്. 2ാം അധ്യായത്തിൽ കാനായിലെ കൽഭരണികളെ കുറിച്ചുള്ള കഥ നാം കേട്ടിട്ടുണ്ട്. വെള്ളം നിറച്ച കൽഭരണികൾ നുരപതയുന്ന വീഞ്ഞായി മാറ്റുന്ന മഹാത്ഭുതം സംഭവിച്ചത് യോഹന്നാന്റെ സുവിശേഷം 2ാം അധ്യായത്തിലാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, 6ാം അധ്യായത്തിലെത്തുമ്പോൾ വിശന്നു വലഞ്ഞ ആയിരക്കണക്കിന് പുരുഷാരവത്തെ സാക്ഷി നിർത്തി 5 അപ്പമെടുത്ത് ആകാശത്തിലേക്ക് ഉയർത്തുന്ന ക്രിസ്തു അത് 5000ങ്ങൾക്ക് വിളമ്പുന്ന മഹാത്ഭുതത്തെ നാം ദർശിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഈ 12 അധ്യായങ്ങൾ അടയാളങ്ങളുടെയും മഹാത്ഭുതങ്ങളുടെയും പുസ്തകമാണ്. തുടർന്ന് വരുന്ന ശേഷിക്കുന്ന അധ്യായങ്ങൾ അറിയപ്പെടുക മഹത്വീകരണമാണ്. അത് ജനത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു മഹത്വമല്ല, മറിച്ച് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാൽവരിയുടെ കുരിശിലേക്ക് നടന്നു കയറുന്നതിനെയാണ് അവിടെ മഹത്വീകരണം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുക. പ്രഹരിക്കപ്പെട്ടും മുറിവേറ്റും നഗ്നനായും അവൻ കുരിശിൽ ഉയർത്തപ്പെടുന്നതിനെയാണ് യോഹന്നാൻ മഹത്വീകരണമായി ചിത്രീകരിക്കുന്നത്. ഞാനിവിടെ ഇത് സൂചിപ്പിക്കുക, അടയാളങ്ങളുടെ പുസ്തകത്തിൽ നിന്നും കാൽവരിയിലേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ ഈശോയുടെ ഈ ചുവടുമാറ്റത്തെ ഈ വത്സല ശിഷ്യൻ അടയാളപ്പെടുത്തുന്ന ഒരക്ഷര സാക്ഷ്യമുണ്ട്, ഒരു വചന സന്ദർഭമുണ്ട്. 12ാം അധ്യായത്തിന്റെ 24ാം തിരുവചനം. ആ തിരുവചനം ഇങ്ങനെയാണ്: ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ല എങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. ഈശോയുടെ ജീവിതത്തെ അടയാളങ്ങളുടെ ജീവിതത്തിൽ നിന്നും മഹത്വീകരണത്തിന്റെ യാത്രയിലേക്ക് യോഹന്നാൻ പറിച്ചു നടുന്നത് ഈ വചനം പറഞ്ഞുകൊണ്ടാണ്. ഗോതമ്പ് മണി അത് നിലത്തു വീഴാതിരുന്നാൽ, അത് മണ്ണിനോട് അലിയാതിരുന്നാൽ, അത് വെള്ളത്തോടും വളത്തോടും ചേരാതിരുന്നാൽ അത് അതേപടി ഇരിക്കും. എന്നാൽ ഒരു വേള അത് നിലത്തു വീഴാൻ, മുറിവേൽക്കാൻ, രക്തം ചിന്താൻ, നഗ്നനാക്കപ്പെടാൻ, പ്രഹരിക്കപ്പെടാൻ അനുവദിച്ചാൽ അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുമെന്നാണ്. നിലത്തു വീണഴിയുന്ന ഗോതമ്പ് മണി അനേകം ജീവന് നാന്ദി കുറിക്കുമെന്നുള്ളതാണ് സുവിശേഷം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് അൽഫോൻസാമയുടെ തിരുനാൾ അവസരത്തിൽ ഓർത്തെടുക്കാൻ കാരണം ഈ ദൈവവചനത്തെ അക്ഷരാർത്ഥത്തിൽ ചിത്രീകരിച്ചൊരു ജീവിതമായിരുന്നു വിശുദ്ധ അൽഫോൻസാമയുടെ. അവളുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭ നമ്മളോട് പറഞ്ഞു, ഗോതമ്പ് മണി നിലത്തു വീണ ഒരു ജീവിതമായിരുന്നു അൽഫോൻസാമയുടേത്. സ്വയം മുറിവേൽക്കാനും, രോഗിണിയായി കഴിയാനും, അവരെന്റെ രോഗാവസ്ഥ ഏറ്റെടുക്കാനും, മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും ഒരു കന്യാമഠത്തിന്റെ 4 മതിൽക്കെട്ടിനുള്ളിൽ അവൾ പരിശ്രമിച്ചപ്പോൾ ആ ജീവിതത്തെ സഭ വിളിച്ചു, അത് ക്രിസ്തുവിൻ്റെതിന് തത്തുല്യമായ ഒരു ജീവിതമാണ്, അത് നിലത്തു വീണഴിഞ്ഞ് അവരിന് വേണ്ടി ഇല്ലാതായിത്തീരുന്ന ഒരു ജീവിതമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധയെ നാം അനുസ്മരിക്കുന്ന ഈ ജൂലൈ 28-ാം തീയതി ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സന്ദേശം എന്താണ്? അത് പ്രിയപ്പെട്ടവരെ, ഭരണങ്ങാനത്തെ കബറിടത്തിങ്കൽ ലോകം മുഴുവന് വേണ്ടിയുമുള്ള സൗഖ്യം കാത്തിരിപ്പുണ്ടെന്നുള്ള സന്ദേശമല്ല ഒന്നാമത്തെ സന്ദേശം, മറിച്ച് ഈ ദിവസം തരുന്ന പ്രഥമ സന്ദേശം എന്ന് പറയുക അവരനു വേണ്ടി അഴിഞ്ഞു തീരുന്നതിന് ഒരർത്ഥമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഗുരുഭൂതരെ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, ഒത്തിരിയേറെ ജീവിതത്തിന്റെ ദൈന്യതകളിലൂടെ കടന്നു പോകുന്നവരാണ് നാം. കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മാതാപിതാക്കന്മാർ, ജീവിതത്തിന്റെ ഒരു നല്ല തീരത്തേക്ക് ഓടിയെത്താൻ വേണ്ടി ഒത്തിരിയേറെ വ്യയം ചെയ്യുന്ന യുവജനങ്ങൾ, മാതാപിതാക്കന്മാരെ അനുസരിച്ചും കഠിനാധ്വാനങ്ങൾ ഏറ്റെടുത്തും കടന്നു പോകുന്ന കുഞ്ഞുമക്കൾ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധയുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ച് സഭ നമ്മളോട് പറയുകയാണ്, അഴിഞ്ഞു തീരുന്നതിനെല്ലാം ഒരർത്ഥമുണ്ട്. സ്വയം മുറിവേൽക്കുന്നതിനും സങ്കടങ്ങൾ സ്വീകരിക്കുന്നതിനും കഷ്ടപ്പെടുന്നതിനെല്ലാം ഒരർത്ഥമുണ്ടെന്നുള്ളതാണ് ഈ തിരുനാൾ തരുന്ന ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അപ്രകാരം ഒരു ജീവിതം സ്വന്തമാക്കാൻ ഈ വിശുദ്ധയുടെ മാതൃക ഈ തിരുനാൾ അവസരത്തിൽ നിങ്ങൾക്കേവർക്കും പ്രേരണയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ്. നമുക്കറിയാം, ഒത്തിരിയേറെ യാത്രകൾ നടത്തുന്നവരാണ് നമ്മളെല്ലാവരും. ഓരോ യാത്രകളും മനോഹരമായി തീരുന്നത്
എത്തിപ്പെടുന്ന ഇടങ്ങളുടെ മനോഹാരിത ഒന്നുകൊണ്ട് മാത്രമല്ല, യാത്രകൾ സുന്ദരമാവുന്നത് നാം സന്ദർശിക്കുന്ന സ്ഥലങ്ങളുടെ സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രമല്ല, മറിച്ച് തിരികെ വരാൻ നമുക്കൊരിടമുള്ളത് കൊണ്ട് കൂടിയാണ് ഓരോ യാത്രകളും മനോഹരമാവുന്നത്. നാടോടികളെ നാം കണ്ടിട്ടുണ്ട്. ദേശാന്തരങ്ങളിലേക്കാണ് അവരുടെ യാത്ര. ഒരുപക്ഷെ അവരുടെ ജീവിതത്തെ അത്ര മേന്മയുള്ളതായിട്ടൊന്നും ആരും പറയാറില്ല. അതിന്റെ കാരണം മടങ്ങി വരാൻ ആയതുകൊണ്ടാണ്. നാം ഓരോരുത്തരുടെയും യാത്രകൾ സുന്ദരമാവുന്നത് സന്ദർശിക്കുന്ന ഇടങ്ങൾ സുന്ദരമാകുന്നതോടൊപ്പം തിരികെ കാത്തിരിക്കാൻ മടങ്ങി വരാൻ നമുക്കൊരിടമുള്ളത് കൊണ്ടാണ്. പലപ്പോഴും വിശുദ്ധരുടെ ജീവിതത്തെ ഓർക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ലോകം അവരുടെ ജീവിതത്തെ തിരിച്ചറിയാറുള്ളത്, പലരും പറഞ്ഞു വെക്കാറുള്ളത്. പ്രിയപ്പെട്ടവരെ, വലിയ കഷ്ടപ്പാടിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയവർ, രക്തസാക്ഷിത്വത്തിന്റെ മകുടം സ്വീകരിച്ചവർ, അവരുടെ ജീവിതത്തിന് എന്താണ് ഇത്ര സൗന്ദര്യം? സഭ നമ്മളോട് പറയും, സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് അവർ നടത്തിയൊരു മടക്കയാത്രയാണ്. തങ്ങളുടെ വീട്ടിലേക്ക് അവർ എത്തിപ്പെട്ടതാണ് ആ ജീവിതത്തിന്റെ സൗന്ദര്യമെന്ന്. തിരികെ എത്താൻ ഒരിടമുള്ളതാണ് ഓരോ ജീവിതത്തിന്റെയും സൗന്ദര്യമെന്ന്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിന്റെ സൗന്ദര്യത്തെ നാം തിരിച്ചറിയുന്നത് ഒരു ജൂലൈ 28 വന്നതുകൊണ്ടാണ്. അവരുടെ മരണ ദിവസം അവൾ തന്റെ ഭവനത്തിലേക്ക് തിരികെ എത്തിയ ദിവസമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നാം ഓരോരുത്തരുടെയും ജീവിതയാത്രയുടെ മനോഹാരിത നാം തിരിച്ചറിയേണ്ടത് സ്വർഗീയ പിതാവിന്റെ ഭവനത്തെക്കുറിച്ചുള്ള നമ്മളുടെ തിരിച്ചറിവ് ഒന്നുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് ഈ ദിവസം ഇത്തരത്തിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമായി മാറട്ടെ. വിശുദ്ധ അൽഫോൻസാമയുടെ വലിയ മാധ്യസ്ഥം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.